ഈസി ആയിട്ട് തേങ്ങ ചിരവിയെടുക്കാം കേട്ടോ. തേങ്ങ അതുപോലെ ഞാൻ രാവിലത്തേക്ക് വേണ്ട തേങ്ങ എപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇളയത് കിട്ടിയാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇളയ തേങ്ങയാണെങ്കിലും ഇപ്പോൾ 2 3 ഒക്കെ വാങ്ങിക്കണമെങ്കിലും ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ഈ ഇളയ തേങ്ങയാണെങ്കിലും നമുക്ക് നാശമായി പോവാണ്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട്, കാരണം ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അതെടുത്ത് പുറത്ത് വെക്കും. ഒരു 5 മണി 5:15 ആകുമ്പോഴാട്ടോ ഞാൻ ജിമ്മിൽ പോകണം. അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് രാവിലെ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു 7 മണിയോ ആവും. അപ്പോൾ അത്തേക്കും അതിൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ടാവും. ഐസെല്ലാം പോയി കഴിയുമ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കൊത്തിയെടുക്കാൻ പറ്റും കേട്ടോ തേങ്ങ. അപ്പോൾ ഇത് നമുക്ക് കൈന് ചിരവാൻ ഭയങ്കര മടിയാണ്. പിന്നെ ചിലവർക്ക് കൈവേദന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കണ്ടോ. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇന്ന് എനിക്ക് പുട്ടാണ് കേട്ടോ. പുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുത്തത്. അപ്പോൾ ഏറ്റവും ഫ്രഷായിട്ടിരിക്കും. പുട്ടിനൊരു തേങ്ങയ്ക്കൊരു കളർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചീത്ത തേങ്ങയാകുമ്പോൾ നമുക്കറിയാറുണ്ട്, ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടാണെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെ പുട്ടിന് വരാറുണ്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പൊട്ടിച്ച തേങ്ങ പോലെ അത്രയും ഫ്രഷായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ചിരവാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ഈസി വേ ആണ്.